ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 1 pot റെസിപ്പിയാണ് കർണാടക സ്റ്റൈൽ വെജ് പുലാവ്. ഇത് സൂപ്പർ ഈസിയാണ് ഉണ്ടാക്കാൻ. വളരെ ഫ്യൂ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മസാല ഫസ്റ്റ് അരച്ചെടുക്കണം. അതിനായിട്ട് പുതിന, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ തക്കോലം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലി, ജീരകം, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെള്ളവും ചേർത്ത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ ഒരു പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ കുറച്ച് എണ്ണയും നെയ്യും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബിരിയാണി ഇലയും ഒരു കഷ്ണം പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതായത് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഇട്ടിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മസാലേനെ. പച്ചക്കറിയിൽ ഈ മസാല ഒന്ന് നന്നായി പിടിക്കുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ജീരകശാല അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലിന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ റിലീസ് ആകുമ്പോൾ ഒരു ഫോക്ക് വെച്ചിട്ട് ഇതെങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ചു വയ്ക്കുക. ഉപയോഗിക്കാൻ നേരത്തെ തുറന്നാൽ മതി. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.